യശോദ വന്ന് നോക്കുമ്പോൾ കുറേ തൈരും പിന്നെ ഈ നടന്നു പോയി ആ പാട് ഇങ്ങനെ കാണാനുണ്ട്. തൈരിൽ ചവിട്ടിയിട്ട് പോയി പാട്. വെണ്ണ കുറച്ചുണ്ടായിരുന്നു, അതവിടെ കാണാനില്ല. വെണ്ണ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ നിന്ന് കിട്ടാനുള്ളത് തല്ല് മാത്രമാവും. അത് മേടിക്കാണ്ടിരിക്കുകയല്ലേ നല്ലത്. പിന്നെ രാവിലെ വേറൊന്നും അമ്മ തരില്ല, വിശക്കും. ഇതൊക്കെ കണക്കാക്കി അതുവരെയുള്ള വെണ്ണയൊക്കെ എടുത്തിട്ടാണ് കൃഷ്ണൻ പോയിരിക്കണത്. യശോദ മേപ്പടിക്കൊണ്ടിൽ എടുത്തു വെച്ച വടി എടുത്താണ് പോയി പിന്നാലെ. അവിടെ ചെന്ന് നോക്കിയപ്പോഴേ ഒരു ഒരലിൻ്റെ മീതെ കയറിയിരിക്കുക, ആരും ഇല്ലാത്തൊരു മൂലക്കിൽ. ആ ഒരലിൻ്റെ മീതെ കയറിയിരുന്ന ആ ഒരലിൻ്റെ കുഴിയിൽ ഈ വെണ്ണ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അയ്യപ്പസ്വാമി ഇരിക്കണ പോലെ ഇരിക്കണത്, എന്തായാലും മണ്ഡലക്കാലമൊക്കെ അല്ലേ. അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കുന്തിച്ചിരുന്ന് ഈ വെണ്ണ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുറേ കുരങ്ങന്മാർ, പൂച്ചകൾ, തത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേശ്ശെ ഈ വെണ്ണ അങ്ങനെ കൊടുത്തും കൊണ്ടിരിക്കണതാണ് കണ്ടത്. അയ്യോ, ഇത്ര ഉദാരമനസ്കനായിട്ടുള്ളൊരു ഉണ്ണിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് വിചാരിച്ച യശോദ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടതോടെ കൃഷ്ണൻ അവിടുന്ന് ചാടി ഓടി പിന്നാലെ യശോദ ഗോപസ്ത്രീകളൊക്കെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴേക്കും യശോദ പോയി കൃഷ്ണനെ ഇപ്പം പിടിച്ചു എന്നാവും. അപ്പോഴേക്ക് ഗോപസ്ത്രീകൾ കളിയാക്കും, കിട്ടില്ല നടക്കാം, നോക്കിക്കോ ഞങ്ങളോടൊക്കെ എന്നും പതിവുള്ളതാണ്. ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്, എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നല്ലേ, ഇപ്പം എങ്ങനെയുണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. നിങ്ങളെ നിശ്ചയിക്കാൻ എൻ്റെ അമ്മയ്ക്ക് എന്നെ പിടിച്ചാൽ കിട്ടുമോന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നു കൊടുത്തു. പോയിട്ട് പിടിച്ചു. എന്താ കാണിക്കണതെന്ന് ചോദിച്ചോ. വടി കൊണ്ട് അടിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ കണ്ടപ്പോൾ യശോദയ്ക്ക് തോന്നി വടി കണ്ട് പേടിച്ചിട്ടാവും. വടി കളഞ്ഞു. വടിയുടെ ഒപ്പം കരച്ചിലും പോയി. ഒപ്പത്തിനൊപ്പാ, അത് ശരി, കാണിച്ചു തരാൻ തന്നെ. ഇതിന് ശിക്ഷ തരാണ്ടിരിക്കില്ല എന്ന് കണക്കാക്കി. കാരണം ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഇനി ഇതുപോലത്തെ ഒരു കൂട്ടം കാട്ടുകയെ എന്തായാലും നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് ആ ഒരലുമ്പിൽ എന്നെ പിടിച്ചങ്ങോട്ട് കെട്ടിയിടാൻ നോക്കി. ആരെയപ്പം ഈ കെട്ടാൻ നോക്കണത്? എന്തിനാ അപ്പം കെട്ടുക? അകവും പുറവും ഉള്ളതിനല്ലേ കെട്ടാൻ പറ്റൂ. ഇതിന് അകവും ഇല്ല, പുറവും ഇല്ല, ഒടുക്കവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം ലോകത്തിനേക്കാളും വലുതാണ്. സകല ലോകവും ഇയാളുടെ ഉള്ളിലായിരിക്കണത്. അങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ചു കെട്ടാൻ നോക്കുമ്പോൾ യശോദയ്ക്കുണ്ടോ പറ്റണു? എത്ര കയറ് കൊണ്ടുവന്നപ്പോഴും ഒരു 2 വിരലിൻ്റെ കുറവ്. അങ്ങനെ യശോദയ്ക്ക് തോന്നി, ഈശ്വരാ, എന്താ എനിക്ക് ഇവനെ ഒന്ന് കെട്ടിടാൻ പോലും പറ്റാത്തത് എന്ന് വിചാരിച്ച് യശോദ തൻ്റെ കയ്യിലുള്ള കയറ് അവിടെ ഇട്ടു. എനിക്ക് വയ്യാന്ന് തീർച്ചയാക്കിയിട്ട് ആ കയറ് താഴത്ത് ഇട്ടത് എപ്പോഴാണോ അപ്പോൾ ആ സ്വയം ആ കയറ് ബന്ധിക്കപ്പെട്ടു. 2 വിരലധികപ്പോൾ ഭഗവാൻ കൃപ ചെയ്തു എന്നാണ്. നമ്മളെപ്പോഴും ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കഥയൊക്കെ നമ്മൾ ഏത് കാലത്ത് കേൾക്കാൻ തുടങ്ങിയതാ? ജനിച്ചതിന് ശേഷം ഏത് പ്രായത്തിലാണ് ഈ കഥയൊക്കെ കേട്ടത് എന്നുള്ളതിനൊരു കണക്കില്ല. ഇപ്പോഴും ഒരാൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ പറയാൻ പുറപ്പെടുമ്പോൾ ഇങ്ങനെ ചെറു വിളിച്ചിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? പ്രായം എത്രയായി? ഓരോരുത്തരുടെ തലയിലേക്ക് നോക്കിയാൽ മേഘശ്രീമൻ, നല്ല വെളുവെളുത്ത പഞ്ഞിക്കെട്ട് പോലത്തെ മേഘം പോണത് പോലെയാണ് ചിലരുടെ ശിരസിലേക്ക് നോക്കിയാൽ തോന്നണത്. അങ്ങനെയുള്ള ഈ പ്രായത്തിലും ഈ കുട്ടിയുടെ കഥയും കേട്ടുകൊണ്ടിരിക്കാൻ വെറുതെ അല്ല കേട്ടോ. നിങ്ങളെയൊക്കെ എന്ത് പറയണം? അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞോളും, അതൊന്നും എനിക്ക് വിരോധമില്ല. ഇനിയും കേൾക്കും. എന്താ അങ്ങനെ? അതോ ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയതാണ് ഈ കൃഷ്ണകഥകൾ. അതിനൊരു കാരണമുണ്ട്. കാരണം ഇതിന് വെറൊരു കഥയല്ല ഉള്ളൂ, വലിയൊരു രഹസ്യം ഇവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്.
നമ്മുടെ പരിശ്രമം കൊണ്ട് ഭഗവാനെ ബന്ധിക്കാൻ സാധ്യമല്ല.